സത്യത്തിൽ ഇത് ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റല്ല. പിന്നല്ലേ കേരളത്തിൻ്റെ ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ മൊത്തം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. മാത്രമല്ല ഉറുപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷ ഇല്ല എന്നാണ്. അവർക്ക് തന്നെയും മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റ് കണ്ടാൽ തോന്നുക. എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു അപ്രോച്ചാണ് ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഇപ്പോൾ അടിയന്തരമായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിനെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ്. അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസ് ആണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ കൊടുത്തത്. ഒരു സീറ്റെങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ പാലും തേനും ഒഴുകുന്നാണ് പറഞ്ഞത്. അവസാനം കേരളം എന്ന ഒരു വാക്കുപോലും ഇല്ല. ബീഹാറോ ആന്ധ്രയ്ക്ക് എത്ര പ്രാവശ്യമാണ് വന്നത്? അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പോൾ തൽക്കാലം അവർക്കില്ല. ഗവൺമെൻറ് മുരടിച്ചു പോയി. ഒന്നാം BJP ഗവൺമെൻറ്റിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും രണ്ടാം ഗവൺമെൻറ്റിൻ്റെ അത്ര പോലും ഒരു പ്രത്യാശ അവരെ സംബന്ധിച്ച് തന്നെ ഇല്ല. ഇതെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉന്തിത്തള്ളി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കണ്ടാൽ അറിയാം. യാതൊരു എന്തൂസിയാസവും അവർക്ക് തന്നെ ഇല്ല. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനില്ല, അതുകൊണ്ട് മാർക്കറ്റിലില്ല, അതുകൊണ്ട് സമ്പദ്ഘടനയിലും പ്രതിഫലിക്കുന്നില്ല. ഈ കേരളത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിനിധികളുണ്ടായ വലിയ രീതിയിലുള്ള വികസനങ്ങളൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു. 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഒരു തരത്തിലും ഇടപെടലുണ്ടായില്ല എന്നുള്ളതാണ് എംപിമാരൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ല അതന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇല്ല. അതൊക്കെ എയിംസൊക്കെ അങ്ങ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വരേണ്ട താമസമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു MP ഉണ്ടായി മന്ത്രിയൊക്കെ ഉണ്ടായി വന്നാൽ എയിംസായി എന്നാണ് പറഞ്ഞത്. പിന്നെ താമസമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പതിവ് പല്ലവിയാണ് പറയുന്നത്. കേരള ഗവൺമെൻറ് സ്ഥലം കാണട്ടെ അപ്പം നോക്കാം എന്നൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവഗണന തന്നെയാണ്. മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റൊക്കെ ഉണ്ടായ സമയത്ത് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും കേരളത്തിന് അതിൻ്റേതായ പരിഗണന കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവഗണന അവർക്ക് പ്രതിനിധി ഉണ്ടായിട്ടും മന്ത്രിമാരുണ്ടായിട്ടും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. അതാണ് ഏറ്റവും പ്രധാനം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഷോർട്ട് ടേം അവർക്ക് തൽക്കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ ഡിമാൻഡുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളതിന് തെളിവാണ് ഈ ബഡ്ജറ്റ്. ഇപ്പോൾ നിതീഷും അതുപോലെ തന്നെ നായിഡുവൊക്കെ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല. അത് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അവർക്ക് ചോദിച്ചൊക്കെ കൊടുത്തു, അവരോട് പറയാൻ ധൈര്യമില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ആർക്കും ഒന്നുമില്ല. കേരളത്തിന് അല്ലെങ്കിൽ തന്നെ ഇല്ല, ഇപ്പം തീരെ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മലയാളിയായ ഒരു വ്യക്തി കർണാടകയിൽ കിടക്കുന്നുണ്ട്. 8 ദിവസമായി തിരച്ചിൽ കണ്ടെത്താനായിട്ടില്ല. ഇതില് കർണാടക സർക്കാർ വീഴ്ച സംഭവിച്ചതിന്റെ വിമർശനമൊക്കെ ഒരു ഭാഗത്ത്. അല്ല, ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോൾ അതിനെ അത്യുത്സാഹപൂർവം വളരെ കഷ്ടപ്പെട്ട് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട എന്നാണ് എൻ്റെ. എന്താ സംഭവിക്കുന്നു എന്ന് നമുക്ക് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നു നമുക്ക് നോക്കാം.
എന്നിട്ട് മൊത്തം എന്ത് സംഭവിച്ചു എന്നുള്ളത് വിലയിരുത്താം. ഒരു ഇതുപോലുള്ള ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളടുത്ത് സാങ്കേതിക വിദ്യ ഉണ്ടാവേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ലോകത്ത് വികസിത രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ ഓൺ ദി സ്പോട്ട് ടൈമിൽ ആക്ഷൻ നടക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. ഓരോ പരീക്ഷണങ്ങളും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉപകരണം, പിന്നെ മറ്റൊരു ഉപകരണം. സത്യത്തിൽ എല്ലാ ഉപകരണങ്ങളും ഫസ്റ്റ് ഡേ തന്നെ എത്തേണ്ടതാണ്. എന്നിട്ട് എല്ലാ വോയിസസും ഓൺ ദി സ്പോട്ട് എത്തേണ്ടതാണ്. അങ്ങനെയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വല്ല സംഭവം ഉണ്ടായാലും ടൈം ഏറ്റവും വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് ടൈം ലൂസ് ചെയ്യാതെ നോക്കലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസ് മാനേജ്മെന്റ്. അതിനുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് നമുക്കുണ്ടാവണം എന്നുള്ളതിലേക്ക് എന്തായാലും ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മളിങ്ങനെ വാർത്തയിൽ കാണുകയാണ്, ഇന്ന് ഒരെണ്ണം പരീക്ഷ നോക്കണം, നാളെ വേറെണ്ണം പരീക്ഷ നോക്കണം. അങ്ങനെയല്ല വേണ്ടത്. എല്ലാം ഫസ്റ്റ് ഡേ തന്നെ പരീക്ഷ നോക്കണം. അതൊക്കെ ക്വിക്കായിട്ട് അവിടെ എത്തണം. പക്ഷെ അതിനുള്ള സംവിധാനം നിർഭാഗ്യവശാൽ ആ എഫിഷ്യൻസി നമുക്കില്ല. അതാണ് വസ്തുത. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ബജറ്റിന് വലിയ ആത്മവിശ്വാസമായിരുന്നു. ഇപ്പം പക്ഷേ അതങ്ങനെ കാണുന്നില്ല. ആ ബജറ്റിൽ തന്നെ സംസ്ഥാനങ്ങളെ പരിഗണിച്ചു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സർക്കാരിന്റെ ഒരു ഭാവിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രതീക്ഷ ഉണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ സാരം അതാണ്. അവർക്ക് തന്നെ ഒരു മുരടിപ്പ് ബാധിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ടില്ല, ഈ ഗവൺമെന്റ് കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ബഡ്ജറ്റ്. കാരണം ഭീഷണിപ്പെടുത്തുന്നവർക്ക് അല്ലെങ്കിൽ വൻ ഡിമാൻഡ് പിന്നെ പറയാൻ സാധ്യതയുള്ളവർക്ക് മാത്രം കൊടുത്ത് തൽക്കാലം തടി രക്ഷപ്പെടുത്തുക. ഇലക്ഷൻ കാലത്ത് നൽകിയ പ്രോമിസസോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയോ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കലോ സമ്പദ്ഘടന ശക്തിപ്പെടുത്തലോ അതൊന്നും ഇപ്പോൾ അജണ്ടയിൽ ഇല്ലാത്തൊരു ഫീലിംഗാണ്. ഒരു മുരടിപ്പ് ബാധിച്ചതിൻ്റെ തെളിവാണ് അത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഈ തൽക്കാലം നിൽക്കുന്നല്ലാതെ ഈ ഗവൺമെൻറ് നിൽക്കില്ല. ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. സംഭവങ്ങൾ ഉരുണ്ടുകൂടും. പ്രതീക്ഷയില്ലാത്ത ഒരു ഗവൺമെൻറ്റിൽ ആർക്കും പ്രത്യാശയില്ലാത്ത ഒരു സ്ഥിതി വരും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാതെയാവും. പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷ ഇനി ഇവർക്കില്ല, ഇവരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബഡ്ജറ്റ്. അതാണ് അടിവരയിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ സമയം കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല, തൽക്കാലം ഇങ്ങനെ ഒരു മാറ്റർ ഓഫ് ഫാക്ട് ഇങ്ങനെ തട്ടിമുട്ടി കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഗവൺമെന്റ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി തന്നെ ഇവിടെ ഏകോപിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ആ കുടുംബത്തിന് ചികിത്സയായി ബന്ധപ്പെട്ട് ഒരുപാട് ബാധ്യത വന്നിട്ട് ഇവിടെയും കോഴിക്കോടൊക്കെ ആയിട്ട്. മാത്രമല്ല ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാതെ ഫണ്ട് കൊടുക്കുന്നില്ല എന്നൊരു ആഗ്രഹം തദ്ദേശ സ്ഥാപനം ഉന്നയിക്കുന്നത്. അല്ല, അതെ, നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ, ഒരു പ്രോബ്ലം വന്നപ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് എടുക്കുന്ന ആക്ഷൻസിനോടും മെഷേഴ്സിനോടും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യമന്ത്രി വിളിച്ചിരുന്നു, യോഗം വിളിച്ചപ്പോഴൊക്കെ പിന്നെ അതുമായിട്ട് സഹകരിച്ചു എല്ലാവരും. അതുപോലെ തന്നെ ഈ ജനങ്ങൾ ഇതിനോട് സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് ഞങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതൊക്കെ ശരിയാണ്. പക്ഷേ ആരംഭ ശൂരത്താവരുത്. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവം വെച്ച് ഇതിന് വിധേയരായ ഇതിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് ടേക്കപ്പ് ചെയ്യും തീർച്ചയായിട്ടും.